കെ ഗണേഷ്, ഗവർണർ എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡാണ്. ഓരോ ഘട്ടങ്ങളിലും അതാത് കേന്ദ്ര സർക്കാരുകൾ അവർക്ക് താല്പര്യമുള്ള ആളുകളെയാണ് സംസ്ഥാനത്തേക്ക് ഗവർണർമാരായി അയക്കാറ്. കോൺഗ്രസ് ഭരിക്കുമ്പോഴും നിങ്ങൾ ഭരിക്കുമ്പോഴും ഒക്കെ അതൊക്കെ സാധാരണമായ കാര്യമാണ്. അപ്പോഴും വിവിധ സംസ്ഥാനങ്ങൾ വിവിധ പാർട്ടികളായിരിക്കും ഭരിക്കുക. ആ സർക്കാരുകളുടെ നയം ഗവർണർ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷനാണ്. അതിപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം നയമായിക്കൊള്ളണമെന്നില്ല, സർക്കാരിന്റെ നയമാണ്. എൻ്റെ സർക്കാർ എന്ന് പറഞ്ഞിട്ടാണ് അത് അവതരിപ്പിക്കുക. അത് അവതരിപ്പിക്കുന്നതിൽ നിന്ന് ഇന്ന് ഗവർണർ ഒഴിഞ്ഞു മാറിയത് എന്തിനായിരിക്കും? അങ്ങനെ ചെയ്യുന്നതിൽ ഒരു ഇംപ്രോപ്രൈറ്റി ഇല്ലേ, ഒരു അനൗചിത്യമില്ലേ? ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഭരണഘടനാ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിലൊക്കെ ഇവിടെ ഇപ്പോൾ ജിൻഡോ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം ടിൻഡുമോൻ 3B അല്ലല്ലോ, സംസ്ഥാനത്തിന്റെ ഗവർണർ അല്ലേ? അല്ല, അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കേണ്ടത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഓഫീസുമാണ്. അത് ഇതുവരെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞാനതിനെ കാണുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളെന്ന നിലയിൽ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും അതിൻ്റെ വിദ്യാർത്ഥി സംഘടനകളും വളരെ നിരന്തരം അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങളും അതിലുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. പിന്നെ അദ്ദേഹം തന്നെ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിന് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വിമർശനം, ആ വിമർശനം ആ നയപ്രഖ്യാപനത്തിലുണ്ട് എന്നാണ് നമുക്ക് കാണാൻ, ചില ഭാഗങ്ങളിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ. ഗണേഷ്, എല്ലാ കാലത്തും കേന്ദ്ര സർക്കാരുകൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില ഗവർണർമാർ ആ ഭാഗം സ്കിപ്പ് ചെയ്യാറുണ്ട്. വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ കേന്ദ്ര വിമർശനം അടങ്ങിയ 3 പാരഗ്രാഫ് ഒഴിവാക്കി വായിക്കായിരുന്നല്ലോ ബാക്കി. അല്ല, അതാ പറഞ്ഞത്. അദ്ദേഹം ഇത്തരത്തിലുള്ള നയപ്രഖ്യാപന പ്രസംഗങ്ങളൊക്കെ മുൻകാലഘട്ടത്തിലും ഇത്തരം സന്ദർഭങ്ങളൊക്കെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വായിച്ചതിന് തുല്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ ഉണ്ടായത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തി എന്ന് തന്നെയാണ്. അത് സർക്കാരിനെ അദ്ദേഹം സർക്കാരിനെയും ജനങ്ങളെയും അത് അറിയിക്കുക, ആ പ്രതിഷേധം ഉണ്ട് എന്ന് അറിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് ഞാൻ അതിൽ കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. ഗവർണർ അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ അത് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ആ പ്രതിഷേധം അറിയിക്കുവാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന് നിയമസഭയെ വേദിയാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് സർക്കാർ ഗവർണറെ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു നിരന്തരമായിട്ടുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തിന് നിന്നു കൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല. കാരണം ആ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നതിന് അദ്ദേഹം അത് ഭംഗിയായിട്ട് ആ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് മാറി എന്നതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം നേരത്തെ പക്ഷേ വേറൊരു കാര്യം നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത്, ഈ നയപ്രഖ്യാപനത്തിൽ അദ്ദേഹം വളരെ വേഗത്തിൽ അവസാനിപ്പിച്ചതിലുള്ള പ്രതിഷേധം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നല്ല ഉണ്ടായിരിക്കുന്നത്. ഈ സർക്കാരിലെ CPM-ന്റെ മറ്റൊരു ഘടകകക്ഷിയായിട്ടുള്ള കോൺഗ്രസും അതിന്റെ നേതാക്കന്മാരുമാണ് ഗവർണറെ വിമർശിക്കുവാൻ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിന്റെ ഭാഗത്ത് ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാനുള്ള സമീപനമായിരിക്കും അവർ സ്വീകരിച്ചിട്ടുണ്ടാവുക. ഞാൻ അങ്ങയിലേക്ക് വരാം.